ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. ഇതിനകം യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്യുന്ന വചനങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചും വചനത്തിലൂടെ ആത്മശോധന ചെയ്തും അനേകം അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും രോഗശാന്തികളും ഒക്കെ പലരും സാക്ഷ്യപ്പെടുത്തുകയും വിളിച്ചു പറയുകയും നേരിൽ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ഓർത്ത് ആത്മന ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം ഈ എളിയ ശുശ്രൂഷയിൽ ദൈവം എന്നെ ഉപകരണമായി, തൻ്റെ കൊച്ചുപകരണമായിട്ട് ഉപയോഗിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന്, ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയുകയാണ്. കഴിഞ്ഞ ദിവസം MBBS എക്സാം വിദേശത്ത് പഠിച്ചിട്ട് വന്ന് നാട്ടിൽ ഡൽഹിയിൽ രജിസ്ട്രേഷന് വേണ്ടി എഴുതിയിട്ടും കിട്ടുന്നില്ല. അവർ വളരെ വിഷമത്തോടെ ഇനി എന്ത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂട്യൂബിലൂടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് കണ്ടത്. വചനം വെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. പരീക്ഷ എഴുതി. ഇതുവരെ നിരാശയും മടുപ്പുമായിരുന്നു. ഈ പ്രാവശ്യവും ദൈവവചനം പറഞ്ഞു പ്രാർത്ഥിച്ച് എഴുതിയപ്പോൾ ആ പരീക്ഷയിൽ വിജയം നേടി. മിനിഞ്ഞാന്ന് ഇതുപോലെ മറ്റൊരു മെസ്സേജ്, CBT എക്സാം കണ്ണുനീരോടെ വചനം പറഞ്ഞ് നിയോഗം വെച്ച് യൂട്യൂബിലൂടെ കിട്ടിയ വചനം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് പാസ്സായി എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുകയുണ്ടായി. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 16-ാം അധ്യായം 25-ഉം 26-ഉം, കർത്താവേ, അങ്ങേ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല, അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി. എന്തൊരു അഭിഷേകമുള്ള, എന്തൊരു ശക്തമായ വചനം. ഒന്നും കൂടെ വായിക്കാം. ജ്ഞാനം 16, 25, 26. കർത്താവെ, അങ്ങേ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല, അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി. അതെ, ദൈവം ഔദാര്യശീലനും കരുണാമയനുമാണ്. സ്നേഹമാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതുക്കും അപ്പുറം അർഹിക്കാത്തത് നൽകുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അതാണ് ദൈവത്തിൻ്റെ കരുണ. ഇന്നലെ ആലുവ ചൂണ്ടി സ്നേഹാലയത്തിൽ ദൈവകരുണയെക്കുറിച്ച് പ്രസംഗിക്കാനായിട്ട് അവിടുത്തെ ഡയറക്ടർ ബാബു വരിക്കമാക്കിലച്ചൻ വിളിച്ചതനുസരിച്ച് പ്രസംഗിക്കാൻ എത്തി. ശുശ്രൂഷക്ക് ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. വചനം പ്രസംഗിക്കാൻ കയറുന്നതിന് മുമ്പ് വന്ന ഒരു ഫോണിൽ ഒരു വീട്ടമ്മ, ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രോഗ്രാം കയറാം, പെട്ടെന്ന് പറഞ്ഞോളാം ബ്രദറെ, ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ലക്ഷക്കണക്കിന് രൂപ കടം മൂലം വിഷമിക്കുകയും ഞങ്ങളുടെ കയ്യിലുള്ള വസ്തു വിറ്റാൽ കുറേ സമാധാനം ഉണ്ടാകും, അല്പം മിച്ചം ഉണ്ടാകും. പക്ഷേ കുറേ വർഷമായി ആ വസ്തുവിൻ്റെ കച്ചവടവും നടക്കുന്നില്ല, ആരും തിരിഞ്ഞു നോക്കുന്നില്ല, വന്നവർ പോയ വഴി പിന്നെ തിരിച്ചു വരുന്നുമില്ല. കടക്കാരുടെ ശല്യവും ബാങ്കിലെ ശല്യവും എല്ലാം കൊണ്ട് തലകീറിയിരിക്കുന്ന സമയത്താണ് യൂട്യൂബിലൂടെ അപ്രതീക്ഷിതമായിട്ട് ഈ വചനം കണ്ടത്. അവർ പറഞ്ഞ അപ്രതീക്ഷിതമല്ല, ദൈവം കാണിച്ചു തന്നതാണ്. എന്തോ ഒരു സ്പാർക്ക് തോന്നി. അങ്ങനെ എന്നാൽ ഇത് നോക്കിക്കളയാം, ആ വചനം വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയും കടങ്ങൾ മാറാനുള്ള വചനങ്ങൾ വെച്ച് എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ഉള്ളൂ. ഇതേ 2-3 ആഴ്ച കൊണ്ട് കടങ്ങളെല്ലാം തീരാൻ തക്ക രീതിയിൽ ഇടപാട് പൂർണ്ണമായിട്ട് നടന്നു. ഇത്രയും നാൾ നടക്കാത്ത കാര്യം 2-3 ആഴ്ച കൊണ്ട് നടന്നു കിട്ടി. ഇനി പറഞ്ഞു, ബ്രദറെ, തുച്ഛോ കയ്യിലുള്ളൂ, പക്ഷെ ഉള്ളത് കൊണ്ട് ഒരു സ്ഥലവും വീടും കൂടെ ഉണ്ടാക്കാൻ ഞങ്ങൾ നേരിട്ട് വന്ന് പറയുന്നുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സങ്കീർത്തനം 111:5 പറയുന്നു, അതാ ദൈവവചനത്തിൻ്റെ ശക്തി. തൻ്റെ ഭക്തർക്ക് അവിടെ 111:5. ചിലരൊക്കെ പറയും, ബ്രദറെ വചനം 2 പ്രാവശ്യം പറഞ്ഞേക്കണേ കേട്ടാന്ന്. കാരണം ഒന്ന് ചിലപ്പോൾ എൻ്റെ സ്പീഡ് കൂടുതലായിരിക്കാം, ഇങ്ങനെ പറഞ്ഞു സ്പീഡായിപ്പോയി. രണ്ടാമത്തെ കാര്യം, സ്ലാങ്ങിൻ്റെ, ഇപ്പോൾ കോഴിക്കോട്, വയനാട്, കോട്ടയം, എറണാകുളം, തിരുവനന്തപുരം, ആ ഒരു സ്ലാങ്ങിൻ്റെ വ്യത്യാസമായിരിക്കാം. അപ്പോൾ ഒറ്റയടിക്ക് ചിലപ്പോൾ ചിലർക്ക് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമൊക്കെ
എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റുള്ളവർ ക്ഷമിക്കണേ, എന്നോട് പലരും ആവശ്യപ്പെടുന്ന അനുസരിച്ചാണ്. സങ്കീർത്തനം 111:5 തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു, അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ദൈവം ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ മത്തായി 7:7 ചോദിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും, തുടർന്ന് പറയുന്നത് അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുകയും തുറക്കപ്പെടും. അപ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുന്നു, ഉടമ്പടി തന്നിട്ട് ആ ദൈവം ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോവാം. നമ്മൾ മാറിപ്പോയാലും മാറിപ്പോകില്ല. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും സ്മരിക്കുന്നു. അപ്പം തന്നെ കർത്താവിനെ പിടിച്ചോണം. കർത്താവെ ഉടമ്പടി, സങ്കീർത്തനം 111:5 എന്തെങ്കിലും സംശയം വരുമ്പോൾ അപ്പം പിടിച്ചോണം. കർത്താവെ വാക്കുമാറരുത്, കർത്താവെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്, നിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു വീട്ടമ്മ, സ്ഥലമൊന്നും പറയുന്നില്ല, ഇതുപോലെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഇതാണ്, ബ്രദറെ ഞങ്ങൾ ഹഗായി പുസ്തകത്തിൽ ബ്രദർ വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന വചനം ഹഗായി 2:1-9 വരെ വചനം പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഭയങ്കര ദാരിദ്ര്യവും കഷ്ടതയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഭക്ഷണത്തിന് പോലും ഒത്തിരി ബുദ്ധിമുട്ടുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഈ യൂട്യൂബിലൂടെ ഈ വചനം കാണാനായിട്ട് ഇടയായത്. ഹഗായി 2:1-9 വരെ. ഞങ്ങൾക്കൊരു വീടില്ല, വാടകയ്ക്കാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ വീടില്ലാത്തവർ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ച അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴേക്കൊരു ഓഫർ വന്നു. എടവ പള്ളിയിൽ നിന്ന് പാവപ്പെട്ട ഒരു കുടുംബത്തിന് എന്തോ കാര്യം അനുബന്ധിച്ച് ഒരു വീട് വെച്ച് കൊടുക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ അപേക്ഷയും നിയോഗവും വെച്ചു. പക്ഷേ 4 പേരാണ് അപേക്ഷിച്ചത്. ഞങ്ങൾ ദയാപൂർവം അതിൽ നിന്ന് റിജക്റ്റ് ചെയ്യപ്പെട്ടു, തിരസ്കരിക്കപ്പെട്ടു. അപ്പോൾ ഞങ്ങളെക്കാൾ അർഹതയുള്ളവരുണ്ടെന്ന് പറഞ്ഞു. വളരെ വിഷമമായെങ്കിലും ബ്രദറിനോട് വിളിച്ചു പറഞ്ഞു വീണ്ടും പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ എന്തോ പറഞ്ഞത്. വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹഗായി 2:1-9 വരെ. വീടില്ലാത്തവരും വീട് പണി തീരാത്തവരും വാടക കിടക്കുന്നവരും ഒന്നും കൂടെ പറഞ്ഞു തരികയാണ്. ഒറ്റയ്ക്ക് കിടക്കുന്നവർ, ചിലർ പറയും പണയം എന്ന് പറയും നമ്മുടെ ഇവിടെ, ചിലർ പറയുന്നു ഒറ്റി എന്ന് പറയുന്നു, എന്തുവാട്ടെ. അപ്പം അങ്ങനെ കിടക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ച കാക്കക്കും കോഴിക്കും പൂച്ചക്കും പട്ടിക്കും പറവക്കും എല്ലാം ഒരു വീടുണ്ട്. അതുകൊണ്ട് സ്വർഗീയ തമ്പുരാൻ നമുക്കും തരും. ഉള്ളത് അഹങ്കാരം കൊണ്ട് അല്ലെങ്കിൽ മദ്യപാനം കൊണ്ട് ആഡംബരത്തിന് വേണ്ടിയുള്ള കടക്കണി കൊണ്ട് ദൂർത്തടിച്ച് വിറ്റ് കളയാതിരുന്നാൽ മതി. വിറ്റ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോൾ ഈ കുടുംബം ഇങ്ങനെ വന്നത് ക്യാൻസലായിപ്പോയി. വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അവർ പറഞ്ഞ ഇതാണ്, മറ്റൊരു കോൺഗ്രിഗേഷൻ, ഒരു പ്രത്യേക, ഞാൻ ഇത് പറഞ്ഞാൽ പിന്നെ ആ വൈദികരുടെ അവരുടെ പുറകെ എല്ലാവരും ഓടിച്ചെല്ലും. അപ്പോൾ ആർക്കും ഒരു ഭാരം ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് സ്ഥലം പോലും പറയാത്തത്. അതങ്ങനെ ഒരു പ്രത്യേക നിയോഗം. ആ കുടുംബം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എങ്ങനെയോ ഇതിൽ റിജക്റ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് ആ ഇതിലേക്ക് ഒരു വൈദികനോട് സങ്കടം പറഞ്ഞപ്പോൾ ഒരു അപേക്ഷ വെക്കാൻ പറഞ്ഞു. അങ്ങനെ ആ പ്രത്യേക സന്യാസ സമൂഹത്തിൻ്റെ ജൂബിലിയോ മറ്റോ പ്രമാണിച്ച് ഒരു കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒക്ടോബറിൽ വീടിൻ്റെ താക്കോല് കിട്ടും. ഇത് ഭയങ്കര അത്ഭുതമായി പോയി ബ്രദറേ. ദൈവമേ, ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് വിളിക്കാം. നിനക്ക് വഴിയില്ലെങ്കിൽ വഴി ഉള്ളവരെ കൊണ്ട് ഉള്ളവരെ നിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്ന ഒരു ദൈവമാണെന്ന് നമ്മൾ അറിയുക. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകണം. ദൈവത്തോട് നമ്മളെങ്ങനെ ബന്ധപ്പെടും? പ്രാർത്ഥനയിലൂടെ. പക്ഷേ ദൈവം നമ്മളോട് എങ്ങനെ ബന്ധപ്പെടും? പ്രാർത്ഥനയിലൂടെ തന്നെയാണെങ്കിലും വചനത്തിലൂടെയാണ് ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ളത് ദൈവം മറുപടി തരുന്നത്. യേശയ്യ 58:9 പറയുന്നു, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. ഒരേ നാവ് കൊണ്ട് ദൈവമേ ദൈവമേ എന്ന് പറയുക, അതേ നാവ് കൊണ്ട് കുറ്റാരോപണവും തെറിയും ചീത്തവിളിയും ദുർഭാഷണവും നുണയും അവദൂഷണവും പറഞ്ഞാൽ പറ്റുമോ? അത് രണ്ടും കൂടി ചേരത്തില്ല. അതുകൊണ്ട് ഇതാ നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും. മകളുടെ B2 പരീക്ഷ, ജർമ്മനിക്ക് പോകാൻ വേണ്ടിയുള്ള B2 പരീക്ഷ, അധികം പേരൊന്നും അത് പെട്ടെന്നൊന്നും പാസ്സാകാറില്ല. ഒറ്റയടിക്ക് തന്നെ പാസ്സാകുക പറഞ്ഞാൽ കുറേയും കൂടെ ബുദ്ധിമുട്ടുള്ള കാര്യം. അത്രയ്ക്ക് ഹാർഡ് വർക്കും ദൈവാനുഗ്രഹവും. അപ്പോൾ ഒരു സഹോദരി വിധവയാണ്, അവരുടെ ഒരേ ഒരു മകള്, ബ്രദറെ പ്രാർത്ഥിക്കണേ ബ്രദറെ, സാക്ഷ്യപ്പെടുത്താം, പ്രാർത്ഥിക്കണേ ബ്രദറെ എന്നും പറഞ്ഞ് ഉള്ളലിഞ്ഞ് വേദനയോടെ ഞാൻ പറഞ്ഞു, സഹോദരി വിഷമിക്കണ്ട, ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു വന്നതല്ലേ, ഈശോ ഇടപെടും.
ഈശോ ഇടപെടും, പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ അത്ഭുതം നടന്നു, കൂട്ടായ്മയിൽ ഗ്രൂപ്പിൽ വാട്സാപ്പിൽ ഇട്ട് തന്നിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. മകളൊറ്റടിക്ക് തന്നെ B2 പരീക്ഷ പാസ്സായി, ഇപ്പോൾ ചെറിയൊരു ജോലിയിൽ കിട്ടി, ഇനി പോകാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, ജർമ്മനിക്ക് പോകാനുള്ള. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ദൈവമേ ആരാധന, പിതാവേ ആരാധന. അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. എഫെസസ് 6:18 പറയുന്നുണ്ട്, നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കും, അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കർദിനാളന്മാർക്കും മെത്രാന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, തിരുസഭയ്ക്ക് വേണ്ടിയും എല്ലാ വൈദിക സന്യസ്ത സമർപ്പിത വിഭാഗക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അതുപോലെ ലോകം മുഴുവൻ ഏറ്റവും ദുഃഖ ദുരിത വിഷമങ്ങളിൽ അനുഭവിക്കുന്ന, അപകടങ്ങളിൽപ്പെട്ട, യാത്രകൾ ചെയ്യുന്ന, ജയിലുകളിൽ കഴിയുന്ന, ഞാൻ 3 തവണ ജയിലിൽ പോയി ശുശ്രൂഷ ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യം ഇതാ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാവരോടും പറയണം. നാനാജാതി മത്സരം അവിടെ കിടക്കുന്നത്, പക്ഷെ അവരെല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്രാർത്ഥന ആവശ്യമില്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ല. ചിലർ പറയും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, ദൈവത്തിന് എല്ലാം അറിയാം. എന്നാൽ പിന്നെ ബൈബിള് ശരിക്കും വായിക്കാത്തത് കൊണ്ടാണ്. ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും, മത്തായി 7:7. അന്വേഷിപ്പിൻ കണ്ടെത്തും. പ്രാർത്ഥിച്ചെന്നും പറഞ്ഞ് കാലം നീട്ടിയിരിക്കാനല്ല, നല്ലോണം കഷ്ടപ്പെടണം. ആകാശത്തിലെ പറവകളെ, വയലിലെ ലില്ലികളെ നോക്കുന്ന വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യണം, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. അല്ലാതെ കടം മേടിച്ച് പണക്കാരാകാൻ നോക്കരുത്. ഒരുപാട് പേര് ഈ നാളുകളിൽ വിളിക്കുന്നുണ്ട്, അടുത്ത കൊല്ലം ഇതിനേക്കാൾ കൂടുമെന്നാണ് തോന്നുന്നത്. കാരണം ഇല്ലാത്ത വഴിയിനേക്കാൾ കൂടുതൽ കടം മേടിച്ച് വിദേശത്ത് പോകാനും അതിനും ഇതിനും. ഇന്നലെ ഒരു കുടുംബം വിളിച്ചു, 3 രാജ്യത്ത് പോകാൻ 3 സ്ഥലത്ത് പൈസ കൊടുത്തു, 3ഉം പോയെന്ന്. അക്കരപ്പച്ച തേടാതെ, നാട്ടിൽ ഉള്ള ജോലി കളയാതെ ഉള്ളതിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുക. പലരും കടത്തിലും കെണിയിലും പെടുന്നത് ഇതാ ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് മാത്രം, ഇപ്പം അധികം ബുദ്ധിമുട്ടാതെ എളുപ്പത്തിൽ കിട്ടാൻ അന്വേഷിച്ച് വഞ്ചകരുടെ കൈകളിൽ അകപ്പെടുക. ദിവസവും പത്രത്തിലുണ്ട്. എന്നോട് ഒരു ധ്യാനേതൃ ഞാൻ കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ, ക്ലാസ്സും കഴിഞ്ഞ് കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞ ഇതാണ്, ബ്രദറെ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചോ. ബ്രദറെ എൻ്റെ അപ്പൻ പോളണ്ടിൽ പോയി, അവിടെ പോയി പക്ഷേ ആ ഏജൻറ്റ് മുഖേന ഞങ്ങളുടെ പരിസരത്തുള്ള പലരും ചാടി വീണ് പൈസ കൊടുത്ത് ഒരുപാട് പേര് പോയി. പക്ഷേ അപ്പന് 1 മാസം പണിയില്ല, മാസത്തിൽ ഒരാഴ്ച ആകെ പണിയുള്ളൂ. പണിയൊക്കെ ഉള്ളത് ശരിയായിരുന്നു, പക്ഷേ ഒരുപാട് ആൾക്കാർ ഈ ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് തന്നെ പോയിട്ടുണ്ട്. ചെന്നതുകൊണ്ട് 1 മാസം പണിയുള്ളതിന് പകരം വേണ്ട 20 ദിവസമെങ്കിലും ഉണ്ടായാൽ മതി. ഇത് അപ്പന് ഒരാഴ്ചയെ പണിയുള്ളൂ, ലോൺ പോലും അടക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചിലത് അന്വേഷിച്ചാൽ ജെനുവിനാണെന്നൊക്കെ കാണും. അതിൻ്റെ കൃത്യതകൾ ഉറപ്പ് വരുത്തുക, എടുത്ത് ചാടി ആവേശങ്ങളിൽ പെട്ട്. അതുകൊണ്ടാണ് സ്വർഗസ്നായ പിതാവേ എന്നുള്ള ആ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നുണ്ട്, ദുഷ്ടാരൂപം ഞങ്ങളെ രക്ഷിക്കണേ, പ്രലോഭനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത്. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതാ. മരണം വരെ പ്രാർത്ഥിക്കണം, ദിവസവും പ്രാർത്ഥിക്കണം, നിരന്തരം പ്രാർത്ഥിക്കണം. മാർക്കോസ് 11:24-20 നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ പ്രാർത്ഥിപ്പിക്കാനായിട്ട് വന്ന സ്ത്രീയുടെ കടത്തിൻ്റെ അവസ്ഥകൾ കേട്ടിട്ട് ഞെട്ടിപ്പോയി. പക്ഷേ ഉണ്ടല്ല, പ്രാർത്ഥിച്ച കടം മേടിച്ചിട്ടാണ് കൗൺസിൽ ചെയ്ത് പ്രാർത്ഥിക്കാൻ വന്നത്. ആ സ്ത്രീയെ കിട്ടാഞ്ഞിട്ട് സ്ത്രീയുടെ മകളുടെ നമ്പർ ഫേസ്ബുക്കിൽ കണ്ടിട്ട് ഒരു സിസ്റ്റർ ആ നമ്പർ എടുത്ത് മകൾക്ക് മെസ്സേജ് ഇട്ടിട്ട് മകളോട് അമ്മയുടെ നമ്പർ മേടിച്ചിട്ട് വർഷങ്ങൾക്ക് മുമ്പ് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ വിദേശത്ത് പോകാനുള്ള സിസ്റ്ററുമായിട്ട് ബന്ധമുള്ള ഒരു കുടുംബത്തിന് ആവശ്യമുള്ള ഒരു ജോലിക്ക് വേണ്ടി ക്രമീകരിക്കപ്പെട്ടു. കാനഡക്ക് പോയി, വിളിച്ചു കൊടുത്തു. ദൈവം ആരെങ്കിലും വഴി നടക്കാനെങ്കിലും പറഞ്ഞു വിടും പ്രാർത്ഥിക്കുന്ന മനുഷ്യന് വേണ്ടി. അല്ലെങ്കിൽ അവസാനം ഈ സഹായിച്ചവരുടെ സ്വഭാവം കാണുമ്പോൾ പിന്നീട് ഓർക്കും ഇവർ തന്നെയാണ് ചെയ്തത്. നമ്മളെ സഹായിച്ചവർ, വഴി കാണിച്ചവർ നാളെ ഒരു സമയത്ത് തിരിച്ചു കൊത്തുമ്പോൾ ഓർക്കും, ഇവരെങ്ങനെ നമുക്ക് വേണ്ടി ഇത് ചെയ്തു തന്നെന്ന്. അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത്, ഇതാ ദുഷ്ടരെ ശിഷ്ടരുടെ മേൽ ഒരുപോലെ മഴ പെയ്ക്കുന്ന, സൂര്യൻ ഉദിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവമാണത് ചെയ്തു തരുന്നതെന്ന് ഓർക്കാൻ വേണ്ടി ചില സഹനങ്ങൾ ഉണ്ടാകാം.
അപ്പോൾ മാർക്കോസ് 11:24-25 നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമോ. കെട്ടിയിട്ടിട്ട് പുറത്തേക്ക് വരണമെന്ന് വിചാരിച്ചാൽ നടക്കുക. ഇതാ യോഹന്നാൻ 11:44 പറയുന്നുണ്ട്, ലാസറിനെ ഉയർപ്പിക്കാൻ വന്ന യേശു അവൻ്റെ കെട്ടുകൾ അഴിക്കുക. മനുഷ്യൻ ചെയ്യേണ്ട കാര്യം ചെയ്യണം. കൂടപ്പറപ്പങ്ങളോട്, വീട്ടുകാരോട്, മരിച്ചുപോയവരോട് വെറുപ്പ്, വഴികൾ തടസ്സപ്പെടുത്തിയവർ, വിവാഹം മുടക്കിയവർ, ഇല്ലാവചനങ്ങൾ പറഞ്ഞു വരുത്തിയവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ വരെയും വെറുതെ വിട്ടില്ല. ഇപ്പോഴും യഹൂദന്മാരുടെ ഇടയിൽ, പരിസയന്മാരുടെ ഇടയിലുള്ള കള്ളക്കഥ ഇതാണ്, യേശുവിനെ ശരീരം ശിഷ്യന്മാർ കട്ടുകൊണ്ടുപോയി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല നുണകളും പിശാച് അസൂയ മൂത്ത് പറഞ്ഞുണ്ടാക്കും. അതിൻ്റെ പുറകെ പരിഭ്രമിച്ച് ഓടണ്ട. അയ്യോ എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ സഹായിച്ചവർ, വഴി കാണിച്ചവർ, എൻ്റെ ഒരു ബലഹീനത വന്നപ്പോൾ കൂടെ നിൽക്കുന്നതിന് പകരം ചവിട്ടിത്തേക്കുന്നു. അപ്പോഴാണ് നീ നിൻ്റെ ദൈവത്തെ ശരിക്കും നോക്കാൻ പോകുന്നത്. ദൈവമേ എന്ന് വിളിക്കൂല ആ വേദനയിൽ നിന്ന്. അതുവഴി അവനും നീയും അനുഗ്രഹിക്കപ്പെടും. വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നു, പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ ചിറകില്ലാത്ത പക്ഷിയെപ്പോലെയാണ്. ചിറകില്ലെങ്കിൽ എന്താ? പറന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല, ഇര തേടി പോകാൻ പറ്റത്തില്ല, അടയിരിക്കാനായിട്ട് പറ്റത്തില്ല, ഒന്നുമില്ല, അതിൻ്റെ നിലനിൽപ്പില്ല. ഇത് തന്നെയാണ്. പ്രാർത്ഥിക്കാതിരുന്നാൽ സംഗതി പോക്ക. ശത്രുക്കൾ വേട്ടയാടും. ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും സംരക്ഷണമില്ല, പറന്നുയരാൻ സാധിക്കുന്നില്ല, ചേക്കേറാനായിട്ട് സാധിക്കുന്നില്ല, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല. ചിറകില്ലെങ്കിൽ പോയി, കുടുംബം പോയി, എല്ലാം പോയി, നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവും. ഇത് തന്നെയാണ് പ്രാർത്ഥനയില്ലാത്ത അവസ്ഥ. ഇഞ്ചിഞ്ചായിട്ട് പിശാച് നമ്മളെ കീഴ്പ്പെടുത്തും. ചിലപ്പോൾ ഒറ്റയടിക്ക് തകർത്ത് കളയും. ഒറ്റയടിക്ക് വരുന്നില്ല എന്ന് കരുതി കുഴപ്പമില്ലാതെ ഒന്നും ഇരിക്കണ്ട. കാരണം മൊബൈൽ എത്ര വില കൂടിയതായാലും അതിൽ ചാർജ് ഇല്ല എങ്കിൽ, അതിൽ നെറ്റ് കണക്ഷൻ ഇല്ല എങ്കിൽ, അതിൽ കണക്ഷൻ ഇപ്പോൾ ഐഡിയയോ BSNL എയർടെല്ലോ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ആക്ടിവേഷൻ ഇല്ല എങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇതുപോലെ തന്നെയാണ് നമ്മളെ സൃഷ്ടാവായ ദൈവം ഇതാ പ്രാർത്ഥന വേണം. കർത്താവായ യേശു പോലും തൻ്റെ ജീവിതകാലം മുഴുവൻ പ്രാർത്ഥനയിലാണ്, പിതാവുമായുള്ള ബന്ധത്തിലാണ് മുന്നോട്ട് പോയത്. നമുക്ക് പ്രാർത്ഥിക്കുന്ന മനുഷ്യരായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ചിലർക്കാണ് പ്രാർത്ഥിക്കാനങ്ങ് വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നിനും ഇത്രയും കുഴപ്പമില്ല. പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ ക്ഷീണം, പ്രാർത്ഥിക്കാൻ വന്നാൽ ക്ഷീണം, എല്ലാത്തിനും ക്ഷീണം, മടുപ്പ്. പ്രാർത്ഥിച്ച് മടുത്തു എന്ന് പറയുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. ദൈവമേ അങ്ങനത്തെ ഒരു വാക്ക് പറയല്ലേ. ചില പറയും തിരക്കാ, ഭയങ്കര തിരക്കാ അങ്ങാട്. പണ്ട് പ്രാർത്ഥന മാത്രം ഉണ്ടായുള്ളൂ. പക്ഷെ ഇപ്പോൾ ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിപ്പിക്കുന്ന അവസ്ഥ. പരീക്ഷകളുണ്ടാകാം. എങ്ങനെ പ്രാർത്ഥിക്കണം? പകല് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. വചനത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കണം. എല്ലാം തികഞ്ഞവരാണെന്ന് പറഞ്ഞിരിക്കരുത്. വിലാപൻ 2:19 പറയുന്നുണ്ട്, രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കേ നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്ന് വീഴുന്ന തൻ്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. തീക്ഷ്ണമായിട്ട് പൂർണ്ണ സമർപ്പണത്തോടെ കമിഴ്ന്ന് കിടന്നും സാഷ്ടാംഗ പ്രണാമം ചെയ്തും മുറിയടച്ചും കൂട്ടായ്മയിൽ പോയും ദേവാലയത്തിൽ പോയും ഒറ്റയ്ക്കിരുന്നും എല്ലാം പ്രാർത്ഥിക്കുക. അതെല്ലാം കഴിഞ്ഞാൽ രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാനാണ്. ഉണർന്നിരുന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ. എത്ര പ്രാർത്ഥിച്ചാലും മതി വരില്ല. അത്രയും പരീക്ഷണങ്ങളാണ്. ഇന്ന് പ്രായമായവരും വൃദ്ധന്മാരും അല്ല, അവരൊക്കെ ആയുസ്സോടെ ഇരിക്കുകയാണ്. കുട്ടികൾ, യുവജനങ്ങളൊക്കെ പല കാരണങ്ങൾ കൊണ്ട് അപകടം പെട്ട് ആത്മഹത്യ, രോഗങ്ങൾ, പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ, സംഗതികൾ, മരിച്ചു വീഴുന്ന അവസ്ഥ, മരിച്ചു കിടക്കുന്ന അവസ്ഥ, രോഗികളായിത്തീരുന്ന അവസ്ഥ. ഇത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുന്ന ഒത്തിരി കേസുകളിൽ നിന്നുള്ള ഒരു കാൽക്കുലേഷനാണ് കൂടെയാണ് ഈ പറയുന്നത്. ഓരോ ദിവസവും പത്രം എടുത്ത് നോക്ക്. ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ടാണ് 1 എള്ള് 2 എള്ളെന്നും പറഞ്ഞിട്ട് കുഴപ്പമില്ല, എല്ലാം കൊടുത്ത് എല്ലാ സമൃദ്ധിയുണ്ട്. ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കണം.
ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ നടക്കുകയാണ്. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്, ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. രണ്ടും ഒരു വഞ്ചിയിലെ 2 പങ്കായം പോലെ 2 വശത്ത് വെച്ചിരിക്കുന്ന. പ്രാർത്ഥനയും വേണം, എന്ത് വേണം, ദാനധർമ്മവും വേണം. വെറുതെ പ്രാർത്ഥന മാത്രം മതിയാ, അത് തട്ടിപ്പ. പ്രൈസലോ. സമയത്തിൻ്റെ ദശാംശം കൊടുക്കണം, സമ്പത്തിൻ്റെ ദശാംശം കൊടുക്കണം. ദൈവത്തെ കബളിപ്പിക്കുന്നവരായിട്ട് നമ്മൾ തീരരുത്. പിന്നെ പ്രാർത്ഥന നല്ലതാണ്. എപ്പോഴാണ്? തോബിത്ത് 12:8 പറയുന്നു, ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോട് കൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. നീതിയോടുകൂടിയ അല്പമാണ് അനീതിയോടുകൂടി നേടിയ അധികത്തേക്കാൾ അഭികാമ്യം. വീണ്ടും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. അതായത് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കൗൺസിലിങ്, രമ്യതപ്പെട്ട് പാപങ്ങൾ കുമ്പസാരക്കൊട്ടിലേക്ക് ഓടി കുമ്പസാരിക്കണം, കൂദാശകൾ സ്വീകരിക്കണം. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനക്ക് പോകാൻ പറ്റുക അത്രയും നല്ലത്. ശുദ്ധീകരണ ആത്മാക്കൾ പോലും കയറിപ്പോവും. യോഹന്നാൻ 14:13-14 പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. എന്തെങ്കിലും ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ അനീതിയായിട്ടുള്ളത് ചോദിക്കരുത്. ആരുടെയും ദ്രോഹത്തിനോ ദോഷത്തിനോ ഉള്ളതല്ല ചോദിക്കേണ്ടത്. ഇതാ എൻ്റെ നാമത്തിൽ നിന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ? യോഹന്നാൻ 14:6 പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. സത്യമായിട്ടുള്ളത്, നീതിയായിട്ടുള്ളത് വേണം പ്രാർത്ഥിക്കാൻ. ആരുടെയും ദ്രോഹത്തിനോ ഉപദ്രവത്തിനോ ആരോടും മത്സരിക്കാൻ വേണ്ടി ചിലരൊക്കെ പ്രാർത്ഥിച്ചിട്ട് ആങ്ങളെയും പെങ്ങളെയും തമ്മിൽ ആങ്ങളുടെ പെങ്ങളുടെ മക്കൾ തമ്മിൽ മത്സരം, വീട്ടുകാർ തമ്മിൽ മത്സരം, കൂടപ്പറപ്പങ്ങൾ തമ്മിൽ മത്സരം, അയൽവാസികൾ തമ്മിൽ മത്സരം. അത് ആ മന്ത്രവാദം പോലെ അത് പാപമാണ്. മാത്സര്യം, ആരോഗ്യകരമായ മത്സരം നല്ലതാണ്. ഇന്ന് പലയിടത്തും അനാരോഗ്യം, ഇല്ലാവചനങ്ങൾ പറഞ്ഞുണ്ടാക്കുക, കൂടോത്രം ചെയ്യുക, അത് തന്നെ വെറുപ്പിൻ്റെ പ്രവർത്തനം. കൂടപത്രം രഹസ്യത്തിൽ ഒളിപ്പിച്ച് വെക്കുന്നത് അവർക്കെതിരെ ചെയ്തു വരുമ്പോൾ അവരവർക്കെതിരെ തന്നെ ആയിത്തീരും. മലന്ന് കടന്ന് തുപ്പിയാൽ അത് മുഖത്ത് തന്നെ വീഴും എന്ന് പറഞ്ഞതുപോലെ അവരവർ ചെയ്തു കൂട്ടും. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. അതുകൊണ്ട് മന്ത്രവും തന്ത്രവും ക്ഷുദ്രവും വഴി, കുറുക്ക് വഴികൾ വഴി ആരും ഒന്നും നേടിയിട്ടില്ല. മാർക്കോസ് 9:29 വചനം പറയുന്നുണ്ട്, ശിഷ്യന്മാർ രഹസ്യമായിട്ട് വന്ന് ഈശോയോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ ബാലനിൽ പിശാചിനെ പുറത്താക്കാൻ പറ്റാതെ പോയത്? പിശാച് ബാധയായാലും കൂടോത്രം ആയാലും അശുദ്ധി ആയാലും തടസ്സമായാലും വർഷങ്ങൾ പഴക്കമുള്ളതായാലും എന്താ വേണ്ടത്? അവിടെ ഈശോ പറയുന്ന മറുപടി, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. മാർക്കോസ് 9:29 മറന്നു പോകരുതേ. വീണ്ടും ഫിലിപ്പി 4:2 പറയുന്നുണ്ട്, കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ. അപ്പം ഇനി പറയുന്ന ഈ വചനങ്ങൾ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലൂടെ നടക്കാത്തതായിട്ടൊന്നുമില്ല. 42 വയസ്സായ കല്യാണം നടക്കാത്ത, ഇനി കല്യാണം നടന്നാലും 2ാം കെട്ട്. 45 വയസ്സായ കല്യാണം നടക്കാത്തത്, ഇതൊക്കെ നടന്ന് 42 വയസ്സായുള്ള കല്യാണം നടന്ന് ഇപ്പോൾ 2 കൊച്ചുണ്ട്. വേറൊരാൾ ഇതുപോലെ നിരാശയിലും മടുപ്പിലും 2 പെങ്ങന്മാരെയും കെട്ടിച്ച് വീടുമില്ല, കാപ്പം പരത്തി വെച്ച കടവും. പക്ഷേ ഇന്ന് 42 വയസ്സിൽ ഈശോ കല്യാണം നടത്തി. എന്നിട്ട് ഇപ്പോൾ ഒരു കുഞ്ഞിനെയും ഈശോ കൊടുത്തു. 45 വയസ്സായതുണ്ട് ഇതുപോലെ. 48ാമത്തെ വയസ്സിൽ കുഞ്ഞിനെ ലഭിച്ചതുണ്ട് പ്രാർത്ഥിക്കാൻ വന്ന കേസ്. പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. 20 വർഷത്തിന് ശേഷം ഒരു പെൺകുഞ്ഞിനെ കിട്ടി. 20 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്ന ദമ്പതികൾ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ വന്ന കേസാണ്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ വാഗ്ദാനമാണ്. യേശു വാക്ക് മാറുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം വഴി തുറന്നു തരും. മറ്റുള്ളവരെ കൂടെ സഹായിക്കാൻ തക്ക രീതിയിൽ ദൈവം ആവശ്യമായ വഴി തുറന്നു തരും. അതുകൊണ്ട് ആരും സഹായിക്കാനില്ല എന്ന് പരാതി പറഞ്ഞിരിക്കല്ല. അവരിലേട്ടുള്ള നോട്ടം വിട്ട് ഈശോയിലേക്ക് നോക്ക്. പിന്നെ അധ്വാനിച്ച് നെറ്റിയിലെ വേർപ്പുണ്ടപ്പം ഭക്ഷിപ്പിക്കുക. എത്ര നാൾ ഇര തേടി പിടിക്കാൻ കഴിവുള്ള നീ അവരും തേടിയ ഇര കൊണ്ട് കഴിയും. അതുകൊണ്ട് ദൈവം നമുക്ക് തന്ന കഴിവുകളും ജോലിയും എല്ലാം കണ്ടെത്തുക. 1 യോഹന്നാൻ 5:14-15 അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്.
നമ്മുടെ അപേക്ഷ അവിടെ നിന്ന് കേൾക്കുന്നെന്ന് നമുക്ക് അറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം. പർവ്വതം പോലെ തടിയുള്ള ഒരു ചേച്ചി, മോളും അതുപോലെ കുറച്ച് തടിയുണ്ട്. അവളെ വിദേശത്ത് വിടണം, കല്യാണം നടക്കണം. അപ്പോൾ കല്യാണം നടത്താതെ ഇന്ന് ഓരോ കാര്യങ്ങൾ കേട്ടിട്ട് കൊച്ചിനെ വിദേശത്ത് വിടാൻ അതും പേടി. പോയത് 2 കൊല്ലമായിട്ടും വീട്ടിലേക്ക് പൈസ അയക്കൊന്നില്ല. ഓരോ സങ്കടങ്ങൾ ഇവിടെയൊക്കെ ധാരാളം ഇതുപോലെ വരുന്നുണ്ട്. 3 വർഷം അവിടെ ലിവിങ് ടുഗദർ, വീട്ടുകാരുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണ്. 35 ലക്ഷം കടപ്പാടം പണയപ്പെടുത്തിയിട്ട് 10ൻ്റെ പൈസ 2 വർഷമായിട്ട് അടക്കാൻ പറ്റിയിട്ടില്ല. ഇതുപോലെ കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, വിഷമിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഈ വചനം കേൾക്കുന്ന വിദേശത്തൊക്കെ പോയിരിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ ഒരു തുള്ളി കണ്ണുനീര് താഴെ വീഴ്ത്തരുത്. നിങ്ങളവിടെ നേടുന്ന പണിതുയർത്തുന്ന ആഡംബരങ്ങളെല്ലാം അത് ദഹിപ്പിച്ച് കളയും. അതുകൊണ്ട് അവിടെ നിങ്ങൾ കൊയ്തു കൂട്ടുന്നതിനും സമ്പാദ്യങ്ങളും പദവികളും വാഹനങ്ങളൊക്കെ മേടിച്ച് കൂട്ടുന്നതിന് മുമ്പ് ഇതാ നിങ്ങൾക്ക് വേണ്ടി ചോരയും നീരും വറ്റിച്ച് കഷ്ടപ്പെട്ട് നിങ്ങളെ കടം മേടിച്ച് പറഞ്ഞയച്ച മാതാപിതാക്കൾ നിങ്ങളെ അറിയിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല എങ്കിൽ അന്വേഷിച്ച് അവർക്ക് സഹായിക്കുക, കടങ്ങൾ തീർക്കുക. ആത്മഹത്യകളിലേക്ക് പോലും വീണു പോകാൻ സാധ്യതയുണ്ട്. ഒത്തിരി മാതാപിതാക്കളുടെ കണ്ണുനീര്, പ്രാർത്ഥനകൾ, സങ്കടങ്ങൾ ഇതുപോലെ കേൾക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ഇന്ന് ഒരു പ്രത്യേക അവസ്ഥാവിശേഷം. മക്കൾക്ക് അറിയേണ്ട കാര്യമില്ല. വെള്ളം മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകും, താഴെ നിന്ന് മുകളിലോട്ട് ഒഴുകി പമ്പ് വെച്ചടിക്കുമെന്ന് നമുക്കറിയാം. അതേ അവസ്ഥയാണ്. മാതാപിതാക്കൾ പറഞ്ഞാൽ പോലും അതിന് കെട്ടണം, ഇതിന് കെട്ടണം, അത് മേടിക്കണം, ഇത് മേടിക്കണം, ഇവിടെ അത് വേണം, ഇത് വേണം, കാറ് വേണം, ചെല്ലുമ്പോൾ തന്നെ വീട് സ്വന്തമായിട്ട് മേടിക്കണം, ഉള്ളത് മുഴുവൻ അതിലോട്ട് അടക്കുന്നതിന് മുമ്പ് ശുശ്രൂഷയെ വിശപ്പിൻ്റെ വെളിയിലൊക്കെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു പോയാൽ, അല്ലെങ്കിൽ വളരെ ഒന്ന് ശരിയായിക്കോട്ടെ, അവർക്ക് ഒരിക്കലും ശരിയാവില്ല. ഇവർ പലർക്കും അങ്ങാട് ശപിക്കുകയല്ല, പലർക്കും ഇപ്പം അങ്ങാട് കൊടുക്കേണ്ട അത്രയും ഗതികേട്, ദശാംശങ്ങൾ വരെയും കൊള്ളയടിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്നവർ ഉണ്ട്. ദൈവത്തെ കൊള്ളയടിക്കുന്ന പടുത്തുയർത്താനുള്ള ശ്രമം നല്ല കാര്യമാണ്, അത് നീതികരം തന്നെയാണ്. പക്ഷേ സ്പീഡ് കൂടിയാൽ പല കുഴപ്പങ്ങളിലും പെടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴ്ത്തരുതേ. അവർക്ക് കഞ്ഞിക്കള്ള വകയെങ്കിലും കൊടുക്കണേ. എടുത്തുകൂട്ടിയ കടങ്ങൾ നിങ്ങളല്ലാതെ വേറെ ആരും തീർക്കാനില്ല. പ്രാർത്ഥനയെക്കുറിച്ചാണ് വചനത്തിൽ പറയുന്നതെങ്കിലും ഇതാ ദാനധർമ്മം അതിൻ്റെ ഒരു വശമെന്ന് പറയുന്നത് പോലെ ഒരു ദാനധർമ്മമായിട്ടെങ്കിലും കണക്കാക്കി നിങ്ങളുടെ മാതാപിതാക്കൾ എടുത്തുകൂട്ടിയ കടങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ വഴിയില്ല, അതൊക്കെ തീർക്കാൻ. അതുപോലെ വിദേശത്ത് പോയവരുണ്ടെന്നും പറഞ്ഞിട്ട്, അവർക്ക് മല പോലെ ഉണ്ടെന്നും പറഞ്ഞിട്ട് നാട്ടിൽ കിടക്കുന്നവർ ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് മുഴുവൻ വീട്ടിലോട്ട് മേടിച്ചെടുത്തിട്ട് അവസാനം അവരെ പാപ്പരായി തീർന്ന, ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഒന്നുമില്ല, തറവാട് പേരിൽ എഴുതി കൊടുക്കാമെന്നും പറഞ്ഞ് എല്ലാ അവകാശവും തീർത്തു. നോക്കിയപ്പോൾ അപ്പനെല്ലാം കൂടെ വിദേശത്ത് പോകാത്ത നാട്ടിലുള്ള അനിയൻ്റെ പേരിൽ എഴുതി വെച്ചിട്ട് ഇതുവരെ നാട്ടിൽ വരാൻ പോലും ആഗ്രഹമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന കുടുംബത്തിൻ്റെ കഥ പോലും അറിയാം. അതുകൊണ്ട് ആരെയും പറ്റിക്കരുത്, വഞ്ചിക്കരുത്, സഹോദരങ്ങളുടെ കണ്ണുനീര് വീഴ്ത്തരുത്, നീതിയോടെ പോവുക, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. അപ്പോൾ 1 യോഹന്നാൻ 5:14-15 നമ്മുടെ പ്രാർത്ഥന നിരസിക്കപ്പെടുകയില്ല. 2-ാമത്തെ വചനം, ഈ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. 2-ാമത്തെ വചനം സങ്കീർത്തനം 27:14, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. വീണ്ടും ഈ വചനങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ഏശയ്യാ 41:17, ദരിദ്രരും നിരാലംബരും ജലം അന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ദൈവമേ, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്ക്. ദൈവമേ, ഉത്തരമരുളണമേ. ഉത്തരമരുളുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഏശയ്യാ 41:17 വചനത്തിൻ്റെ അഭിഷേകത്താൽ ഉത്തരമരുളണമേ. അപ്പോൾ നമ്മൾ ഈ കേട്ട വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. 1 യോഹന്നാൻ 5:14-15, സങ്കീർത്തനം 27:14, ഏശയ്യാ 41:17. ഈ വചനങ്ങൾ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുക. വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മൾ നിറക്കും. വെണ്ണീറിന് പകരം പുഷ്പമാല്യവും, വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും, തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ വേലങ്കി നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ഏശയ്യാ പ്രവാചകനുള്ള അരുളിയ ഏശയ്യാ 61:3-4 വാക്കുകൾ നിറവേറും. ഈ 3 വചനങ്ങൾ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന
നിരസിക്കപ്പെടുകയില്ല. 33 പ്രാവശ്യം വെച്ച് നിങ്ങളുടെ നിയോഗം വെച്ച് 21 ദിവസം പ്രാർത്ഥിക്കുക. നിങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ പറ്റും. നിങ്ങളുടെ കമൻസുകൾ അയക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതിലൂടെയുള്ള വീഡിയോകളും പ്രാർത്ഥനകളും സന്ദേശങ്ങളും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കിടയാകും. അതുപോലെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ മറ്റുള്ളവർക്ക് പ്രാർത്ഥനാനുഭവത്തിന് വേണ്ടി ഷെയർ ചെയ്ത് പ്രേക്ഷിതവേലയിൽ പങ്കുകാരാകാം. നിങ്ങളുടെ കമൻറ്റുകൾ അയക്കുക, ലൈക്കുകൾ ചെയ്യുക. അങ്ങനെ പരസ്പരം പ്രാർത്ഥനയിൽ നമുക്ക് ബന്ധപ്പെടാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, പ്രാർത്ഥനയിലെ തടസ്സങ്ങൾ നീങ്ങട്ടെ, വിശ്വാസവർദ്ധന നൽകണമേ, ക്ഷമിക്കാനുള്ള കൃപ നൽകണമേ, പരിശുദ്ധാത്മാവേ ഇവരിൽ വന്ന് നിറയണമേ, പരിശുദ്ധ അമ്മേ മാതാവേ എല്ലാ നാരിക ശക്തികളെയും ഇവരുടെ ജീവിതത്തിൽ ആട്ടിപ്പായിക്കണമേ, അമ്മയ്ക്ക് ലഭിച്ച പ്രത്യേക കൃപ യോജിക്കണമേ, മാലാകമാരുടെ സംരക്ഷണം നൽകണമേ. ഞങ്ങളുടെ കാവൽ മാലാകമാരെ സങ്കീർത്തനം 34:7 വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങളുടെ ഭവനത്തിലും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കാവൽ നിന്ന് കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.